നോമ്പ് 4-ാം തിങ്കൾ. മാർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നതും പാപികളോടൊത്ത് ഭക്ഷണം കഴിക്കുന്നതും മൃതശരീരത്തെ സ്പർശിക്കുന്നതും രക്തസ്രാവക്കാരുടെ സ്പർശനവും ഒക്കെ യഹൂദ പാരമ്പര്യത്തിൽ വലിയ അപാകതകളായിരുന്നു. പാരമ്പര്യത്തിന് ദൈവകൽപ്പനയേക്കാൾ പ്രാമുഖ്യമാണ് അവർ നൽകിയിരുന്നത്. ബാഹ്യമായ പാരമ്പര്യങ്ങൾ പഴയ ഉടമ്പടിയിൽ പ്രാമുഖ്യം നൽകുമ്പോൾ ആന്തരികമായ വിശുദ്ധിയിലേക്കാണ് പുതിയ നിയമം ഊന്നൽ നൽകുന്നത്. മോശയുടെ നിയമങ്ങൾ വിജാതിയരെയും യഹൂദരെയും രണ്ടും തട്ടിലാക്കി വിഭജിച്ചിരിക്കുന്നു. അവർ സ്രഷ്ടാവിലുമുപരി സൃഷ്ടിയിൽ ആശ്രയം വച്ചു. ദൈവം എല്ലാ മനുഷ്യരുടെയും തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുകയും അവന്റെ ഉപയോഗത്തിനായി ഇതരവർഗങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു. ദൈവം വിശദീകരിച്ചതിനെ മല്ലമെന്ന് വിളിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. യഹൂദ പാരമ്പര്യത്തിന്റെ ബാഹുല്യത നിമിത്തം ആദിമ സഭയിൽ ഈ വിഷയങ്ങൾ അനേകം തർക്കങ്ങൾക്ക് നടമാടിയിരുന്നു. ഭക്ഷണ രീതികളോ ആചാരാനുഷ്ഠാനങ്ങളോ അല്ല ഒരാളുടെ പ്രവർത്തികളാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അളവുകോൽ. ഹൃദയത്തിൽ അശുദ്ധി നിറയുമ്പോൾ ദൈവത്തെ മറന്ന് എല്ലാത്തരം തിന്മകൾക്കും അവൻ അടിമപ്പെടുന്നു. ഹൃദയത്തിലെ അശുദ്ധിയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അവന്റെ സകല ദുഷ്ടതകൾക്കും അനീതികൾക്കും എതിരെ ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നതിനും ആസന്നമാണ്.